ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങി ഇരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. അതേതാടാ ആ അവതാരം? ഒരു കാര്യം കൂടി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇദ്ദേഹം ഒരു ഉറച്ച ഹൈന്ദവ വിശ്വാസിയാണല്ലോ. അപ്പോൾ നാളെ ഒരാൾ മക്കയിൽ നിന്ന് ഒരു രാമായണം എഴുതുകയാണ്. ആ രാമായണത്തിനകത്ത് രാവണനെ രാമൻ കൊല്ലുന്നത് പോയിട്ട് യുദ്ധം പോലും ചെയ്തിട്ടില്ല. രാമനും യുദ്ധം പോലും ചെയ്യാത്ത അങ്ങനത്തെ ഒരു രാമായണം ഇറക്കുകയാണ്. മദീനയിൽ നിന്ന് പിറ്റേ ദിവസം വേറൊരുത്തന്നെ ഒരു ഭാഗവതം ഇറക്കുകയാണ്. അതിൽ കംസനെ കൃഷ്ണൻ കൊല്ലുന്നില്ല. കംസനും കൃഷ്ണനും അമ്മാവനും മരുമോനെന്നുള്ള നിലയിൽ നല്ല ബന്ധത്തിലാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പറയാണ്, ഞങ്ങളുടെ ഈ പുസ്തകത്തിനകത്തുള്ള ഈ രാമനും കൃഷ്ണനുമാണ് ഈ ഹിന്ദുക്കളൊക്കെ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന രാമനും കൃഷ്ണനെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? നീ പോടാ ഇറക്ക, അതൊന്നും എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ ആർഗ്യൂ ചെയ്യുന്നത് ബൈബിൾ ആൻഡ് ഖുറാൻ റെഫർ ടു ദി സെയിം ഹിസ്റ്റോറിക്കൽ ഫിഗർ. പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി. അതായത് പരിശുദ്ധ ബൈബിളിലും പരിശുദ്ധ ഖുറാനിലും കാണിച്ചിരിക്കുന്നത് ഒരേ വ്യക്തിത്വത്തെയാണ്, ഒരേ ചരിത്ര വ്യക്തിത്വത്തെയാണ്, ഒരേ ചരിത്ര വ്യക്തിത്വത്തെയാണ്. അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു രൂപപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ സംവാദം നടക്കുന്നതിന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഈശ്വർ എന്നെ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് ഞാൻ പോവുകയാണ്, ഇതിനകത്ത് ഈസാജിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്ന പോലെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയും, ഞാൻ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് കുരിശുമരണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം ലോക ചരിത്രം അന്ന് കാണുന്ന രീതിയിൽ രണ്ടായി പകുത്തപ്പെടുകയും അല്ലെങ്കിൽ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടുകയും ലോക ചരിത്രത്തിലെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയ ഇവന്റ് എന്ന കാര്യത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് യാതൊരു സംശയവും അത്രയും ഇമ്പാക്ട്ഫുൾ ആയ മറ്റൊരു സംഭവം ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ സംഭവത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാൻ എനിക്ക് ആ വ്യാഖ്യാനത്തോട് വിശ്വാസമില്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. എനിക്ക് കൂടുതൽ യോജിപ്പ് ക്രിസ്തീയ വീക്ഷണത്തോടും യേശുവിന്റെ കുരിശുമരണത്തോടുമാണ്. ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാളി. അവന് തലക്കകത്ത് കോപ്പമില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. മേടമുണ്ട് കാറി. അയ്യോടാ പാവത്തിന് മഞ്ഞമുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. ഉഡായിപ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. I am going to divert my life to the multiplication and the multiplication of India. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.